നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ശനി ഞായർ മോഹൻലാൽ വന്നിട്ട് ഒരു പിണ്ണാക്കും കാണിച്ചില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാളെ പുറത്താക്കി, പിന്നെ എന്തൊക്കെയോ തമാശകൾ പറഞ്ഞു. ഇന്നും നമുക്ക് കാര്യമായിട്ടൊന്നും ഇല്ലാണ്ടാണ് മോഹൻലാൽ ഇപ്രാവശ്യം ബിഗ് ബോസിൽ നിന്ന് പൈസ മേടിച്ച് പോയി വെക്കുന്നത്. കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ വലിച്ചു നീട്ടി ശനി ഞായറത്തെ എപ്പിസോഡ് പോയത്. ആകെ മോഹൻലാലിനൊരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടനെ ഇല്ലിത്തുമ്പത്ത് കയറ്റുന്ന ഒരു പരിപാടിയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടന് ഫാൽക്ക അവാർഡ് കിട്ടിയോട് കൂടിയിട്ട് മത്സരാർത്ഥികൾക്ക് ലാലേട്ടനെ പുകഴ്ത്തി സംസാരിക്കുക. ലാലേട്ടനെ എത്ര വേണമെങ്കിലും ഇല്ലിത്തുമ്പത്ത് കയറ്റുക. ആ ഇല്ലിത്തുമ്പത്ത് കയറ്റാനായിട്ട് കിട്ടിയ അവസരം മുതലെടുത്തവരെ 2-4 ആൾക്കാരെ ഞാൻ പറയാം. ഒന്ന് അനീഷ്, അവൻ കുറുക്കനാ, അവന് ചാണക്യ ബുദ്ധി, എൻ്റെ പൊന്നു മോനെ. അപ്പോൾ അവൻ പറഞ്ഞതെന്താ, ലാലേട്ടന് വേണ്ടിയുള്ള ഒരു കഥ ഞാൻ എഴുതുന്നുണ്ട്, ആ കഥ എഴുതി തിരക്കഥയാക്കി ഞാൻ ലാലേട്ടനെ കാണാൻ വരും. ലാലേട്ടൻ എനിക്ക് ഡേറ്റ് തന്നാൽ ഞാനത് സംവിധാനം ചെയ്ത് ലാലേട്ടനെ ഞാൻ ഉന്നതികളിൽ ഒരു സ്റ്റേറ്റ് അവാർഡോ അല്ലെങ്കിൽ ഒരു ഭാരത അവാർഡോ ഞാൻ വാങ്ങിച്ചു തരും. അപ്പോൾ പറഞ്ഞു, നീ കഥ എഴുത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയപ്പോൾ അനീഷ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു 10 കൊല്ലം കൂടി സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നു തോന്നുന്നില്ല. മോഹൻലാലിന് വേണ്ടിയുള്ള കഥ എഴുതി അതിൻ്റെ ആ ജന്മം കോഞ്ഞാട്ടേക്ക് കൊടുത്തു ലാലേട്ടൻ്റെ. അതല്ലാണ്ട് എന്ത് പറയാം, ഇവ എഴുതിയ പുസ്തകം തന്നെ മനുഷ്യന് ഒരു പാട്ടിക്കുഞ്ഞ് പോലും വായിക്കുന്നില്ല. എന്നിട്ട് ഇനിയിപ്പോൾ മോഹൻലാലിനെ വെച്ചിട്ട് മൂപ്പര് തിരക്കഥ എഴുതാൻ പോണത് നമുക്ക് കുറച്ച് ചിരിക്കാണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ലാലേട്ടൻ പെട്ട ഒരു സംഭവമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് എന്ന് പറയാം, ലാലേട്ട ബിഗ് ബോസ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ലാലേട്ടൻ്റെ വീട്ടിൽ നിന്ന് വരണമെന്ന്. പെട്ടുപോയില്ലേ, നിങ്ങളാരും കയറ്റിയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കയറ്റുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിൽ ഒരു വീട്ടിൽ വരെ കയറ്റാനില്ല. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ്റെ വീട്ടിൽ ലാലേട്ടനാകെ പെട്ടുപോയി. ഇങ്ങനൊരു ചോദ്യം ആദ്യം ചോദിക്കുന്നു ലാലേട്ടൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അതിനെന്താ, നിങ്ങൾക്ക് വരാമല്ലോ എൻ്റെ വീട്ടിൽ, പക്ഷെ നിങ്ങൾക്ക് മാത്രമല്ല ഇവിടെയുള്ള ആർക്ക് വേണമെങ്കിലും എൻ്റെ വീട്ടിൽ വരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ അതൊരു വലിയൊരു 8ൻ്റെ പണിയായി കിട്ടി. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, അനുമോള് മോഹൻലാലിനെ പ്രേമിക്കുന്നുണ്ട്. മോഹൻലാലിനെ സ്വപ്നം കണ്ടു. എന്താണ്, മോഹൻലാലിനെ കല്യാണം കഴിക്കുന്നതായി സ്വപ്നം കണ്ടു. അപ്പോൾ അതുകൊണ്ട് ലാലേട്ടൻ എന്നെ ഒന്ന് ഐ ലവ് യു പറയണമെന്ന്. ചില്ലറ മോഹം എന്നല്ല, അതിൻ്റെ ഉള്ളിൽ ബിഗ് ബോസിൽ വന്നു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനോട് കാണിക്കുന്ന അംഗക്കെട്ടുകൾ. ലാലേട്ടൻ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ഞാൻ ഐ ലവ് യു പറയാമല്ലോ എന്ന് പറഞ്ഞൊരു ഐ ലവ് യു പറഞ്ഞു കൊടുത്തു. അവൾക്ക് സന്തോഷമായി. കല്യാണം കഴിക്കുന്ന കാര്യം മാത്രമാണ് സ്വപ്നം കണ്ടത്. അത് എന്തായാലും ഒരു ഭാഗ്യമായി ബിഗ് ബോസ് പ്രേക്ഷകർക്ക്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്വപ്നം കണ്ടത് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ നാണക്കേടായി പോലെ. കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണ്. ലാലേട്ടനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഒരുപാട് ആ പെണ്ണുങ്ങൾ സ്വപ്നം കണ്ടാൽ ലാലേട്ടൻ പെട്ടുപോകുള്ളൂ. കല്യാണം കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല, വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് പെട്ടുപോകുക. അതുകൊണ്ട് പറഞ്ഞത്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യൻ കത്തൂരിക്ക് എന്താ ആഗ്രഹം എന്ന് വെച്ചിട്ട്, ലാലേട്ടൻ്റെ സെറ്റിൽ എനിക്ക് വരണം, ലാലേട്ടൻ്റെ കാരവലിൻ്റെ ഉള്ളിൽ എനിക്ക് കയറണം, അതിൻ്റെ ഉള്ളിലൊന്ന് കിടന്ന് ഉറങ്ങണം, ലാലേട്ടൻ്റെ കൂടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. അതൊക്കെ കഴിഞ്ഞ് ആ കഴിച്ച ഭക്ഷണമൊക്കെ ആ കാരവലിൽ തന്നെ എനിക്കിരുന്ന് തൂറണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. പോരംഗം ലാസ്റ്റ് ലാലേട്ടൻ തന്നെ തോന്നി, അയ്യോ ഇവരെ കൊണ്ട് ഇല്ലിത്തുമ്പിൽ കയറ്റേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, ആ ഒരു പോർഷൻ ആ ടാസ്കാ വേണ്ടെന്ന് വയ്ക്കായിരുന്നു എന്ന് മൂപ്പര് മനസ്സാലെ ചിന്തിച്ച് പോയിണ്ടാവും. പിന്നെ ഇന്നലത്തെ ഔട്ടിൻ്റെ കാര്യം, ഇന്നലെ 2 പേര് ഔട്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഷൻ ഔട്ടായി എന്ന് പറഞ്ഞാൽ ജിഷനെ പുറത്ത് അവൻ സിനിമയിൽ സീരിയലിലൊക്കെ അവൻ വില്ലനാ. അവനെ പുറത്ത് ഒരാൾക്ക് അവനെ ഇഷ്ടമല്ല. അവനെ എന്തുകൊണ്ടോ ഇഷ്ടപ്പെടാത്തത് നമുക്കറിയില്ല. അവൻ പല പ്രാവശ്യം വോട്ടിങ്ങിൽ വളരെ പിന്നാക്കം വന്ന ആളാണ്. അതുപോലെ തന്നെ അപ്പോൾ അതൊരു അവൻ നല്ല ഗെയിമറാണോ അല്ലെങ്കിൽ നല്ല കളിക്കാരനാണോ എന്നൊക്കെ അവന് മാത്രം തോന്നിയുണ്ടായില്ല. ഈ വോട്ട് ചെയ്യുന്ന പ്രേക്ഷകർക്കും കൂടി തോന്നണം. അതുകൊണ്ട് വോട്ട് ചെയ്യുന്ന പ്രേക്ഷകർക്ക് നല്ലത് എന്ന് തോന്നിയ ആൾക്കാരെയൊക്കെ അവിടെ ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. ഇവൻ അൺഫിറ്റാണ്, അതുകൊണ്ട് അവനെ ഔട്ടാക്കി. അവന് പോയാലും ഒരു വിഷമമില്ല. പിന്നെ നമ്മുടെ അഭിലാഷ്, അവനെ എന്നും എടുത്ത് തോരിക്കളയേണ്ട വിഷവിത്താർന്നറിയാം. അവനൊക്കെ 4 ആഴ്ച മുമ്പ് എടുത്ത് കളയേണ്ടായിരുന്നെ. അവനൊക്കെ എടുത്ത് കളയാനായിട്ട് ഇപ്പോഴാണ് ജനങ്ങൾക്ക് ബുദ്ധി ഉദിച്ചത്. ഇവൻ ലോക വിഷമാണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അവനൊക്കെ മുമ്പ് എടുത്ത് കളയേണ്ടതാ. ഇത്രയും വെച്ച് താമസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആ ഉടായ്പ് കാണിക്കുന്ന ചൈനീസ് ഡോക്ടർ തന്നെയാണോ? എനിക്കൊരു സംശയമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ചോദ്യം ചോദിച്ചു, 3 ഹൃദയമുള്ള ഒരു ജീവിയുടെ പേര് പറയാനായിട്ട്. തല കുത്തി നിന്ന് ആലോചിച്ചിട്ട് ആ പെണ്ണുമ്പിള്ളേക്ക് അത് കിട്ടിയില്ല. അപ്പോൾ ഇവരെന്ത് ഡോക്ടറാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്.
നമ്മുടെ ഈ ഒരുവിധം ഇപ്പോൾ ജനിച്ച പിള്ളേർക്ക് വരെ അറിയാവുന്ന ഒരു ചോദ്യമാണ് അടുത്ത് ചോദിച്ചത്. എന്താണ് നമ്മുടെ ശരീരം കട്ട പിടിക്കാണ്ടിരിക്കാനായിട്ട് എന്താണ് നമ്മൾ കഴിക്കേണ്ടതെന്നുള്ളത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഡോക്ടർ നിന്ന് ആലോചിക്കുന്നുണ്ടപ്പോഴേ ഇനിയിപ്പോൾ രണ്ടാമതും മെഡിക്കൽ കോളേജിൽ പോയി പഠിക്കേണ്ടി വരും തോന്നി. അതുപോലെ അത് പറഞ്ഞിട്ടുണ്ട്. ഏത് കൊച്ചു കുട്ടികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലും പറയാനായിട്ട് ആ ഡോക്ടർക്ക് പറ്റിയില്ല. അപ്പോൾ ആകെ പറ്റണ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ കുശുമ്പ് കുത്തുക, ആരും അറിയാണ്ട് അവരെ പറ്റിയിട്ട് അപവാദം പറഞ്ഞുണ്ടാക്കുക. അതാണ് ഏറ്റവും വലിയ പറ്റിയൊരു പരിപാടി അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും 70 എപ്പിസോഡ് വരെ അതൊരു നോമിനേഷൻ കിട്ടിയോട് കൂടിയിട്ട് 70 ദിവസം വരെ നിൽക്കാം. എന്നിരുന്നാലും അത് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തൊരു മത്സരാർത്ഥിയാണ് എന്ന് പറയാണ്ടിരിക്കുമ്പോൾ വിഷമമുണ്ട്. എന്നിരുന്നാലും പറയാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഏഷ്യാനെറ്റ് കാണിച്ച ഒരു തെണ്ടിത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളുടെ കാര്യത്തിൽ അനുമോളിലെ മുൻ കാമുകനെ ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവന്ന അനുമോള് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു മത്സരാർത്ഥിയല്ല അനുമോൾ ആദ്യം മുതൽ എനിക്ക് വെറുപ്പുള്ള ഒരാളാണ്. പക്ഷേ അനുമോളുടെ എല്ലാ കൺട്രോളും പോയ ഒരു ആഴ്ചയായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ ഇവിടെ ജീവൻ വന്നതോട് കൂടിയിട്ട് ഓടിപ്പോയിട്ട് നൂറോടും ആതിരോടും കൂടി പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ മുഖം കാണരുതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അവനാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത്. എന്നെ മരണത്തിലേക്ക് വരെ തള്ളിവിടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായതാണ് അവനായിട്ട്. അപ്പോൾ അവനെ ഞാൻ വീണ്ടും കാണേണ്ടി വന്നു എന്ന് അനുമോളോട് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു അനുമോൾക്ക് വലിയൊരു തിരിച്ചടിയായി, വലിയൊരു ഫീലിങ്സായി. എന്ന് വെച്ചാൽ അനുമോൾക്ക് ഒരു കാമുകൻ ഉണ്ട് എന്ന് മാത്രമാണ് അതിൻ്റെ ഉള്ളിലൂടെ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ കാമുകൻ നേരിട്ട് മുമ്പിൽ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നം എന്തായാലും അതൊക്കെ അനുഭവിക്കട്ടെ. ബിഗ് ബോസ് വരുമ്പോൾ ഇതല്ല, ഇതിലും വലുത് അനുഭവിക്കേണ്ടി വരും. ചക്കച്ചോള പോലെ പൈസ എണ്ണി വാങ്ങിച്ചതല്ലേ. അതുപോലെ തന്നെ പലരും നീ അവിടെ ഉമ്മ വയ്ക്കിന് പൊതുപ്പിൻ്റെ ഉള്ളിൽ പരിപാടി നടക്കുന്നതൊക്കെ ഒരുപാട് ആൾക്കാരെ പറ്റിയിട്ട് നീ അപവാദം പറഞ്ഞുണ്ടാക്കിയതല്ലേ. അപ്പം നിൻ്റെ കുറച്ച് കാര്യങ്ങൾ പുറത്ത് വന്നതിൽ പ്രേക്ഷകർക്ക് സന്തോഷമുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് ചെയ്ത് നല്ല അസൽ 7ൻ്റെ പണിയാണ്. ഇപ്രാവശ്യം മുഴുവൻ 7ൻ്റെ പണിയാണല്ലോ നടക്കുന്നത്. അപ്പോൾ ഇനി ഫാമിലി ടാസ്ക്കാണെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പോയി. അപ്പോൾ ഇന്നിപ്പോൾ ഫാമിലിയൊക്കെ കയറിയിട്ടുണ്ട്. നമ്മുടെ അനീഷിൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാനവാസിൻ്റെ ഫാമിലി വന്നിട്ടുണ്ട്. അതൊക്കെ ഫാമിലിയിലൊക്കെ കാണാനായിട്ട് പ്രേക്ഷകർക്കൊരു അവസരം നല്ല കാര്യമാണ്. അതൊക്കെ വന്ന് പോട്ടെ, ഒരു കുഴപ്പമൊന്നുമില്ല. ആതിരയുടെയും നൂറയുടെയും ഫാമിലി വരുന്നതാണ് കേരള ജനത ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒറ്റുനോക്കൽ എന്താണെന്നുള്ളത് നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അതിൻ്റെയൊക്കെ വിശദമായുള്ള വിവരങ്ങളും അതിൻ്റെ വീഡിയോസുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്തായാലും നമ്മൾ പറയുന്നില്ല. ഈ വീഡിയോയിൽ ഇപ്പോൾ ലെങ്ത്ത് കൂടാതെ പറഞ്ഞു വരുമ്പോൾ അതുകൊണ്ട് ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി ആ വിഷയം നമുക്ക് പറയണില്ല. എന്തായാലും നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലായി. നമ്മുടെ നവീൻ എന്ന് പറഞ്ഞ ഒരാളോടും കാര്യങ്ങളും പറഞ്ഞ് നമുക്കിത് വീഡിയോ അവസാനിപ്പിക്കാം. നവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു വളരെ രസികനാണ്. ഇന്നലെ തന്നെ കണ്ടില്ലേ, ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചെന്താ, ഇവിടെ എല്ലാവരും ചടച്ചു മുള്ളായി, ഞാനവിടേക്ക് കടത്തിവിട്ട ആൾക്കാരൊന്നുമല്ല ഇവരാരും, അവരൊക്കെ ക്ഷീണിച്ചു. പക്ഷേ നവീൻ മാത്രം എന്താണ് ഇങ്ങനെ തടിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ എന്താണ് നവീന് തിന്നുക, ഉറങ്ങുക, തൂറുക, ഇങ്ങനെ ഒരു 3 കാര്യം. എന്തെങ്കിലും ഉറങ്ങിയേറ്റ് കഴിഞ്ഞാൽ മൂപ്പർക്ക് തിന്നാൻ കിട്ടണം. ഒന്നില്ലെങ്കിൽ ഇത്തിരി പഞ്ചാരയിലും കിട്ടിയാൽ മതി. അതാണ് നവീൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് മൂപ്പരവിടെ ഭംഗിയായി നടത്തുന്നുണ്ട്, നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവൻ തടി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മാനസികമായിട്ട് വളരെ സന്തോഷത്തിലാണ് മൂപ്പര്. മാനസിക സന്തോഷം ഉണ്ടായാലും മനുഷ്യർ തടി വയ്ക്കും. അതുപോലെ തന്നെ ഇന്നലെ തന്നെ ഭയങ്കര കോമഡി മൂപ്പരെ കാര്യത്തിൽ. ഇന്നലെ തന്നെ മൂപ്പര് കണ്ടില്ലേ, പെട്ടെന്ന് ലാലേട്ടൻ വന്ന് തുറന്നോടുകൂടി ഗേറ്റ് തുറന്നോടുകൂടിയിട്ട് ഇവൻ അവിടെ നിന്നിട്ട് കാൽമ ചെരുപ്പിടുക. അപ്പോൾ സമയം കിട്ടിയില്ല, വേഗം കയ്യുമ്പോൾ ചെരുപ്പിട്ട് വരിക. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, അല്ല നവീനെ, ഞങ്ങളൊക്കെ കാലുമല ഈ ചെരുപ്പിടാറ്, നീ കയ്യുമ്പലാണോ ചെരുപ്പിടുന്നത്? എപ്പോൾ ലാലേട്ടൻ വന്ന് ഷട്ടർ തുറന്നാലും മൂപ്പര് എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ടിരിക്കും. ഇവിടെ ബ്രേക്ക് കിട്ടി കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരൊക്കെ കുന്നായ്മ പറഞ്ഞും ഓരോ ആൾക്കാർ കുശുമ്പ് കുത്തിയും പൗസീനും പറഞ്ഞൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ അടുക്കളയിൽ പോയിട്ട് ആ താപ്പൽ വല്ല തിന്നാൻ കിട്ടുന്നുണ്ടോ എന്ന് മൂപ്പര് നോക്കുക. മൂപ്പർക്ക് ഇപ്പോൾ ഇന്നാളെ തന്നെ ഒരു ചപ്പാത്തി തിന്ന് വരിക. എന്താണ് നവീനെ കഴിച്ചത്, എന്താ തിന്നു വരികയാണല്ലോ? അതെ ലാലേട്ടാ, ആരാ കഴിച്ച് ബാക്കിയുള്ള ചപ്പാത്തിയിൽ ഒരു തുണ്ടുണ്ടായിരുന്നു, അത് കഴിച്ചതാണ് ഞാൻ. പിന്നെ ഒരു ദിവസം നീ എന്താണ് നവീനെ എന്താ തിന്നണത്? അതെ, അവിടെ ആരോ കുടിച്ച പായസത്തിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, അത് കുടിച്ചതാണ് ഞാൻ. അവിടെ എന്തുണ്ടെങ്കിലും പൂച്ചര പോലെയാണ്, ആര് കഴിച്ച് ബാലൻസ് ഉണ്ടെങ്കിലും അതൊക്കെ മൂപ്പരെടുത്ത് തിന്നും. അപ്പോൾ ബിഗ് ബോസിലൊരു വേസ്റ്റ് ബക്കറ്റാണ് മൂപ്പര നവീൻ്റെ വയറ് എന്ന് പറയുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ബിഗ് ബോസിൽ വേസ്റ്റ് എടുക്കാൻ പറ്റുന്നവർക്ക് വേസ്റ്റ് ഉണ്ടാവില്ല, അതൊക്കെ തിന്ന് തീർത്ത് മൂപ്പര് നല്ല തടിയനായിട്ട് കുട്ടപ്പനായിട്ടിരിക്കുന്നു. പാവമാണ് കേട്ടോ.
അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.